ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ തസ്ലീന സുൽത്താനയ്ക്ക് സിനിമാ മേഖലയിലെ ഉന്നതരുമായി ബന്ധം. ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ഭാസിക്കും കഞ്ചാവ് കൈമാറി എന്ന് തസ്ലീന എക്സൈസിന് മൊഴി നൽകിയിട്ടുണ്ട്. സിനിമാ മേഖലയിൽ ഉള്ളവരുമായി പ്രതിക്കുള്ള ബന്ധത്തിന്റെ ഡിജിറ്റൽ തെളിവുകൾ എക്സൈസിന് ലഭിച്ചു. ഇല്ലാത്ത കാര്യങ്ങളോട് കൂടുതൽ പ്രതികരിക്കാനില്ല എന്ന് ശ്രീനാഥ് ഭാസി 24-നോട് പറഞ്ഞു. മനീഷ് മഹിപാലാണ് ചേരുന്നത്. അശ്വിൻ പാലാഴിയും ഒപ്പം ചേരുന്നുണ്ട്. ആദ്യം മനീഷ് മഹിപാലിലേക്ക്. മനീഷ്, ഇങ്ങനെ സിനിമാ മേഖലയിലൊക്കെയുള്ള ഈ ലഹരിയുടെ വ്യാപനം, അതിനെക്കുറിച്ചൊക്കെ പലതവണ റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ പിടിയിലായ ഒരാൾ തന്നെ പറയുന്നു, വ്യക്തികളുടെ പേരെടുത്ത് തന്നെ പറയുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ് ഇപ്പോൾ അവർ വെളിപ്പെടുത്തിയിട്ടുള്ളത്? നിലവിൽ ഈ പ്രതി തസ്ലീമ സുൽത്താന ഹൈദരാബാദ്, ചെന്നൈ, എറണാകുളം കേന്ദ്രീകരിച്ചുള്ള സിനിമാ മേഖലയിലെ പെട്ലറാണ്. ഈ രീതിയിൽ കഞ്ചാവ്, മയക്കുമരുന്ന്, രാസലഹരിയൊക്കെ തന്നെ വിൽപ്പന നടത്തുന്ന ഒരു പെട്ലറാണ് എന്നുള്ള വിവരമാണ് എക്സൈസിന് ലഭിച്ചിട്ടുള്ളത്. ഇവരെ കെണിയൊരുക്കിയായിരുന്നു ഇന്നലെ രാത്രി ആലപ്പുഴ മാരാരിക്കുളത്തെ ഗാർഡൻ എന്ന റിസോർട്ടിലേക്ക് എത്തിച്ചത്. അതായത് എക്സൈസ് സംഘം ഇവർക്ക് അഡ്വാൻസായി പണമടക്കം കൊടുത്ത് ഇവർക്ക് ഹൈബ്രിഡ് ലഹരി വേണം, ഈ കഞ്ചാവ് വേണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഈ ഹൈബ്രിഡ് ഇത്തരത്തിലുള്ള കഞ്ചാവുമായിട്ട് ഇവർ ഇവിടെ എത്തിയത്. പക്ഷേ ഈ കുരുക്കറിയാതെ ഇവർ എക്സൈസിന്റെ വലയിലാവുകയായിരുന്നു. ഇവർ നൽകിയിട്ടുള്ള മൊഴി, സിനിമാ മേഖലയിലെ പ്രമുഖർക്ക് ഇവർ ഈ ഹൈബ്രിഡ് കഞ്ചാവ് കൈമാറിയിട്ടുണ്ടെന്ന മൊഴിയുണ്ട്. ഇതിനെ സാധൂകരിക്കുന്നത്, തെളിയിക്കുന്ന ഡിജിറ്റൽ തെളിവുകൾ കൂടി ഇവരുടെ ഫോണിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പ്രധാനമായും ഷൈൻ ടോം ചാക്കോ, ഒപ്പം തന്നെ ശ്രീനാഥ് ഭാസി, ഇരുവരുമായിട്ടുള്ള ഈ വാട്സപ്പിലെ ചാറ്റ് വിശദാംശങ്ങൾ എക്സൈസ് സംഘത്തിൽ ലഭിച്ചിട്ടുണ്ട്. ഇരുവർക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ എറണാകുളത്ത് എത്തിച്ച് ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് 2 ദിവസം ഇവരുടെ ഒപ്പം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇവർക്ക് ഹൈബ്രിഡ് കഞ്ചാവ് നൽകിയെന്നാണ് ഈ യുവതി മൊഴി നൽകിയിരിക്കുന്നത്. ഇത് തെളിയിക്കുന്ന ഡിജിറ്റൽ രേഖകൾ കൂടി ഹാജരാക്കിയിട്ടുണ്ട്. പക്ഷേ റിക്കവറി ഇല്ലാത്തത് കൊണ്ട്, അതായത് ഈ പ്രമുഖ നടന്മാരുടെ പക്കൽ നിന്നും ഈ കഞ്ചാവോ മറ്റു പിടികൂടാത്തത് കൊണ്ട് തന്നെ ഇവർക്കെതിരെ നേരിട്ട് സാങ്കേതികമായി കേസെടുക്കാൻ എക്സൈസിന് കഴിയില്ല. പക്ഷേ ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം എക്സൈസ് ആരംഭിച്ചിട്ടുണ്ട്. ഇവരുടെ ഭാഗത്തു നിന്നും എങ്ങനെയാണ് കച്ചവടം നടത്തിയത്, എത്ര രൂപ വാങ്ങി അടക്കമുള്ള വിശദാംശങ്ങൾ ഈ ഗൂഗിൾ പേയിലൊക്കെ തന്നെ അയച്ചു കൊടുത്തതിന്റെ രേഖകളൊക്കെ തന്നെ എക്സൈസ് സംഘം ഇതിനോടകം ശേഖരിച്ചിട്ടുണ്ട്. പക്ഷേ നേരിട്ട് ഇവരുടെ പക്കൽ നിന്നും കഞ്ചാവ് പിടികൂടാത്തത് കൊണ്ട് തന്നെ നേരിട്ട് ഈ സിനിമാ താരങ്ങളിലേക്ക് എക്സൈസ് സംഘത്തിന് എത്തിച്ചേരാൻ സാധിക്കില്ല. സാധാരണ കഞ്ചാവിനേക്കാൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ഭാസിക്കും കഞ്ചാവ് കൈമാറിയെന്ന് ഇപ്പോൾ പിടിയിലായ തസ്ലീന സുൽത്താന എക്സൈസിന് മൊഴി നൽകിയിട്ടുണ്ട്. പക്ഷേ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇവർക്കെതിരെ കേസെടുക്കാനാകൂ എന്ന് പോലീസ് പറയുകയും ചെയ്തു. മനീഷ് മഹിപാലാണ് ആലപ്പുഴയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് നൽകിയത്.